അനുമോളുമായിട്ട് മാത്രമേ ഞാൻ സൗഹൃദം പുലർത്തുകയുള്ളൂ. ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ ഇറങ്ങിയാലേ അനുമോളാണ് ശരിക്കുള്ള ഒരു നന്മ മരം, ഏറ്റവും സൗഹൃദം കൂടാൻ പറ്റിയ ഒരു വ്യക്തി. സോപ്പിട്ട് നല്ല രീതിയിൽ നമ്മുടെ നെവിൻ മോൻ അനുമോളെ പതപ്പിക്കുന്നുണ്ട്. അനുമോളെ പതപ്പിക്കുന്നതിലൂടെ അനുമോളെ സ്നേഹിക്കുന്ന കുറെ ആളുകളുടെ വോട്ടുകളും അങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു സാധനം തലയിലുള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ഒന്ന് ചർച്ച ചെയ്യാം. പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടില്ലായിരുന്നു. മെയിൻ പോയിന്റ് ഇതാണ്, നമ്മുടെ അനുമോളും നെവിനും കൂടെ ഒരു കട്ടിലിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ പ്രവീൺ വരുന്നുണ്ട്. പ്രവീൺ വന്നിട്ട് കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നുണ്ട്, പുറത്തിറങ്ങിയാൽ അനുവായിട്ട് മാത്രമേ ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെക്കുകയുള്ളൂ, ഇവിടെയുള്ള പല ആളുകളുമായിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് വെക്കത്തില്ല, കാരണം പലരും കൊള്ളത്തില്ല, മോശക്കാരനക്ക് മോശക്കാരൻ, ആ ഒരു മോഡാണ് നെവിൻ ഇറക്കുന്നത്. അപ്പം നെവിനെ നിങ്ങളൊന്ന് ഓർത്തോണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അനുമോളുടെ ഓപ്പോസിറ്റ് നിന്ന് കളിച്ച ഒരാളാണ് നെവിൻ. നെവിന് ഏകദേശം കാര്യം കത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനുമോൾ സ്ട്രോങ് ആണ്, അനുമോൾക്കുള്ളൊരു ഫാൻസ് പവർ സ്ട്രോങ് ആണ്. ആ അനുമോൾക്കെതിരെ വന്ന് നിന്ന് ഗെയിം കളിക്കുന്നത് നല്ലതാണ്. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ആരാണോ അനുമോൾക്ക് ഓപ്പോസിറ്റ് നിന്ന് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നത് അവരും ഈ ഒരു ഷോയിൽ നിലനിന്നു പോകും. പക്ഷേ ചുമ്മാതെ കയറി ചൊറിച്ചിലും ഒരു കാര്യവുമില്ലാതെ അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളൊരു കാര്യം നെവിന് കത്തിക്കാണണം. അതാണ് നേരെ മറുകണ്ഠം ചാടിയിരിക്കുന്നത്. എന്താണെങ്കിലും കട്ട സപ്പോർട്ടീവായിട്ട് അനുമോളുടെ കൂടെ ഉണ്ട് ഇപ്പൊ നെവിൻ എന്താണെങ്കിലും. അപ്പൊ അനു പറയുന്നുണ്ട്, ഇവിടെ പല ആൾക്കാരും ഫേക്ക് ആണ്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, എന്നെ നിങ്ങൾ വിശ്വസിക്കരുത്, ഞാനും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ആയിട്ട് അനുമോള് കാര്യം പറയുന്നുണ്ട്. സത്യമല്ലേ അത്? അനുമോളെ എന്തിനാ എല്ലാവരും കൂടെ വിശ്വസിക്കുന്നത്? അത്ര വലിയ മറ്റേ സ്ത്രീയാണോ അനുമോൾ? അല്ല, അല്ലെങ്കിൽ നന്മവരം കളിക്കാനാണോ അനുമോൾ അതിനകത്ത് ചെന്നേക്കുന്ന അനുമോള്? എനിക്ക് തോന്നുന്നില്ല. അനുമോൾ എന്താണോ ലൈക്ക് ഒരു ഗെയിമറാണ് അതിനകത്ത്. നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി അനുമോളെ. അനുമോള് കരയും, വഴക്കുണ്ടാക്കും, എന്ത് വേണമെങ്കിലും കാണിക്കും. അത് അവരുടെ ഗെയിമാ, അവര് ഗെയിം കളിക്കാനല്ലേ അതിനകത്ത് പോയിരിക്കുന്നത്. ആ ഒരു മൈൻഡിൽ എടുക്കാൻ പറ്റുന്നവർക്ക് അനുമോളെ ഓക്കെ ഗെയിം കളിക്കുന്നുണ്ട് എന്നൊരു സാധനം കിട്ടും. അല്ലാത്തവർക്ക് മറ്റേ അപ്പാനി കാണിക്കുന്നവർക്ക് ചൊറിച്ചിൽ കൂടും, മാന്തി നടക്കും, ലാസ്റ്റ് നാട്ടുകാരടിച്ച് വെളിയിലാക്കും. ഈ ഒരു അവസ്ഥയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും അനുമോൾ എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇതിനകത്ത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട, നമുക്ക് ഫ്രണ്ട്സ് ആവാം, പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. കാരണം നെവിനോട് പറയാതെ പറയുകയാണ്, മോനെ ഒരുപാട് നീ എന്നെ അങ്ങോട്ട് മുട്ടി വരുമ്പോൾ നിൽക്കണ്ട, എന്നെ വെച്ച് നീ കണ്ടന്റ് ഉണ്ടാക്കണ്ട, സുഹൃത്താണെന്ന് പറഞ്ഞ് മാറി നിൽക്ക്, പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്ഷിപ്പ്. അതാണെന്ന് തോന്നുന്നു അനുമോൾ എന്തായാലും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചത് തന്നെ അങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത് അല്ലേ? അതിനുശേഷം നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട്, പ്രവീൺ നല്ല രീതിയിലുണ്ടല്ലോ അനുമോളുമായിട്ടൊന്ന് ഒട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് കളി കണ്ടിട്ട് പോയ ആളാ പ്രവീണിന് അറിയാം അനുമോളെ ഒട്ടിയൊന്ന് നിന്ന് പുറകിൽ നിന്ന് കുത്താതിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് പ്രവീണിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് അകത്തോട്ട് പ്രവീൺ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ അധികം അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അപ്പം ഇതൊരു സൈഡ് നടക്കുന്നുണ്ട്. വേറൊരു സൈഡിൽ നമ്മുടെ ജിസൈലിനും ആര്യനൂട്ടനും ഇന്നലെ ബിഗ് ബോസിന്റെ ഒരു വാർണിംഗ് കിട്ടി പാതിരാത്രിയിൽ. അത് വേറൊന്നിനുമല്ല, ഇവർ മാത്രമല്ല കേട്ടോ ആ പരിപാടി അവിടെ ചെയ്യുന്നത്. പല ആളുകളും ചെയ്യുന്നത് കാണാം, ഈ മൈക്ക് മാറ്റിയിട്ടിട്ട് കുനുകുനുകുന സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ചെവിയിൽ സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ മൈക്ക് മാറ്റിയിട്ട് ഭയങ്കര ലോ വോയിസിൽ. കാരണം അവർക്കറിയാം പുറത്തത് കിട്ടുമെന്ന്. അതുകൊണ്ട് ജനങ്ങൾ കേൾക്കരുത് എന്ന് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർ വളരെ ലൈറ്റായിട്ട് ആരും കേൾക്കാത്ത രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൽ മെയിൻ നമ്മുടെ ജിസൈലും ആര്യനുമാണ് പുറപ്പിനകത്ത് കിടന്നിട്ടുള്ള പരിപാടി. അപ്പം അത് ഇന്നലെ നടത്തിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ റന ഫാത്തിമ ബിന്നിയൊക്കെ അവർക്കൊരു സംശയം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജിസൈലിനെയും ആര്യനെയും. പ്രത്യേകിച്ച് അനുമോൾ അത് പറഞ്ഞതിന് ശേഷം ബിന്നി പറയുന്നു, ഞാൻ കുറച്ചുകൂടെ അവരെ വാച്ച് ചെയ്യുമ്പം എന്തോ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല എന്നൊരു സാധനമൊക്കെ ഇറക്കുന്നുണ്ട്. അത് ഇറക്കാനുള്ളൊരു കാരണം ഒരു സൈഡിൽ കൂടെ അനുമോൾ പറഞ്ഞത് ശരിയാണ് എന്ന് പുറത്തേക്ക് എത്തിക്കാൻ. കാരണം അനുമോൾ ശരിയാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ, അത് ഓർത്തിട്ടായിരിക്കും, അല്ലാതെ വേറൊന്നും കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ മറ്റേ അമ്മായി, കുത്തിത്തിരിപ്പ് അമ്മായി, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ജിസേലിനും ആര്യനും ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവർ മിക്ക ദിവസവും ഇങ്ങനെയാണ്, പുതപ്പിനകത്ത് കയറി കഴിയുമ്പോൾ ഇവർ മൈക്ക് മാറ്റിയിട്ട് ഇവർ വേറൊന്നും ചെയ്യുന്നതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഗെയിം പ്ലാനിങ് ഉണ്ട്. ഇവർ അടുത്ത ദിവസത്തേക്കുള്ള ഗെയിം പ്ലാനിങ്ങും പരിപാടിയൊക്കെ കനത്ത രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ജിസേലിന് മനസ്സിലാവാത്തൊരു കാര്യം, ജിസൈൽ ഒരു പൊട്ടനോടാണ് വേദം ഓതിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജിസൈല് ഗെയിം പ്ലാൻ ചെയ്യും ആര്യനുമായിട്ട് നിന്ന്. ജിസൈൽ ആ ഗെയിം മുന്നോട്ട് അവർ പ്ലാൻ ചെയ്യുന്ന പോലെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ
ആര്യൻ അത് പറ്റുന്നില്ല. ആര്യന് പല സാഹചര്യത്തിലും കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യനല്ല നമ്മുടെ ജിസയിൽ അനീഷിനെ ഒന്ന് മുട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. കാരണം അനീഷ് ഒരു ഗെയിമറാണെന്ന് അറിയാം. അയാളുമായിട്ട് നിന്ന് കളിച്ചാൽ ബെറ്റർ ആയിരിക്കും എന്ന് ജിസേലിന് തോന്നിക്കാണും. അനീഷുമായിട്ടൊരു ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആര്യനെ മെല്ലെ 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 ഒന്ന് ചവിട്ടി കൊടുത്തേരെ ജിസയിൽ. കാരണം അവനൊരു മണ്ടനാണെന്ന് ജിസയിലിനും പിടികിട്ടിയിട്ടുണ്ട്. കാരണം അതുപോലത്തെ പരിപാടിയാണ് ആര്യം കാണിക്കുന്നത് മൊത്തം. അവൻ്റെ വായിൽ നിന്ന് വീഴുന്നത് മൊത്തം ആൾക്കാരെ വെറുപ്പിക്കുക. ജിസയിൽ അങ്ങനെ ഇതുവരെയായിട്ട് നമ്മളെ ആരെയും വെറുപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, വെറുപ്പിച്ചിട്ടില്ല അവര്. പക്ഷെ ആര്യൻ അതിൻ്റെയൊക്കെ ഇരട്ടിക്ക് ജനങ്ങളെ വെറുപ്പിക്കുന്നുണ്ട് ഇല്ലേ? ഇത് ജിസയിലിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവര് നമ്മുടെ അനീഷിനോടൊക്കെ ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെച്ച് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ അത് അനീഷ് അടുപ്പിക്കത്തില്ല. അനീഷ് വേറെ ഗെയിമർ, അങ്ങോട്ടേക്കൊന്നും ചെന്ന് കയറാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളും ഒക്കെ ഇന്നലെ രാത്രിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഇന്ന് പ്രത്യേകിച്ച് ലൈവിലൊന്നുമില്ല, എന്നാലും പോയി നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ വല്ലതൊക്കെ വീണ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.